മിഡിൽ ഈസ്റ്റ് അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലായ ആൽബോർസ് എന്ന് പറയുന്ന വാർഷിപ്പ് ഇപ്പോൾ ചെങ്കടലിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികളുടെ 3 ബോട്ടുകൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ 3 ബോട്ടുകളും തകർക്കുകയും അതിലുണ്ടായിരുന്ന 10 പേരെ കൊന്നുകളയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പ്രതികാരത്തിനായി അമേരിക്ക കാത്തു നിൽക്കൂ എന്നാണ് ഹൂത്തികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു യുദ്ധമാണ്, ആ യുദ്ധത്തിൽ നിങ്ങൾക്കുള്ള തിരിച്ചടി വരാനിരിക്കുന്നു എന്ന സന്ദേശമാണ് അതിലൂടെ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇറാന്റേതായി അറിയപ്പെടുന്ന കപ്പൽ ഇപ്പോൾ റെഡ് സീയിലേക്ക്, ചെങ്കടലിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത വരുന്നു. ഇത് ഈ തിരിച്ചടിയുമായി, അതായത് ഹൂത്തികളുടെ ഭാഗത്ത് അമേരിക്കയുടെയും അതുപോലെ ബ്രിട്ടനും നേരെയുള്ള വല്ല തിരിച്ചടിയുടെയും സാധ്യത, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണോ ഈ ഒരു നീക്കമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൂത്തികൾക്കെതിരെ വല്ല നീക്കങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് ഇറാൻ കപ്പലിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്നാണ്. അതേസമയത്ത് അമേരിക്കയുടെ മെഡിറ്ററേനിയൻ സീയിലുണ്ടായിരുന്ന ജെറാൾഡ് എന്നറിയപ്പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു എന്ന വാർത്തയും വരുന്നു. അതായത് ഇസ്രയേലും അതുപോലെ ഗസയും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കയുടെ ഈ യുദ്ധവാഹിനി കപ്പൽ എത്തിയിരുന്നു. എന്നാൽ അതിപ്പോൾ അവിടെ നിന്ന് തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഒരു യുദ്ധത്തിന്റെ സാധ്യത ആയിരിക്കാമെന്ന വിഷയം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരു പക്ഷേ അവിടെ നിന്നും സേഫ് സോണിലേക്ക് കപ്പലിനെ മാറ്റുകയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതല്ല എങ്കിൽ ഈ റെഡ് സീയിലേക്ക് ഒരു യുദ്ധ സാധ്യത കണ്ട് അങ്ങോട്ട് കൊണ്ടുവരികയാകാനുമുള്ള സാധ്യതയുണ്ട്. അതേ സമയത്ത് യുദ്ധം അൽ-മുഖ എന്നറിയപ്പെടുന്ന UAE നേതൃത്വത്തിലുള്ള യമനിലുള്ള ഒരു പ്രധാനപ്പെട്ട എയർപോർട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം തന്നെ UAE അൽ-മുഖയിൽ ഒരു സൈനിക താവളം നിർമ്മിക്കുന്നു, സൈനിക വ്യോമതാവളം നിർമ്മിക്കുന്നു എന്ന വാർത്ത വന്നിരുന്നു. ആ താവളം ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് UAE അനുമതി നൽകുകയും അത് അനുസരിച്ച് ബഹ്റൈനിൽ നിന്നും അമേരിക്കയുടെ കാർഗോ വിമാനങ്ങൾ വെടിക്കോപ്പുകളുമായി യമനിലേക്ക് എത്തിയെന്നുള്ള വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കപ്പലുകളെ മാറ്റി കരയിൽ നിന്ന്, അതായത് UAE നേതൃത്വത്തിലുള്ള ഈ വ്യോമതാവളത്തിൽ നിന്ന് യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതയും ആകാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും മിഡിൽ ഈസ്റ്റ് ഓരോ ദിവസവും ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യാപകമായ ഒരു യുദ്ധത്തിനുള്ള വഴിയാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ യുദ്ധമില്ലാതെ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്താനും അതേ സമയത്ത് ഫലസ്തീനികൾക്ക് അർഹമായ നീതി ലഭിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം.